നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള സംസ്ഥാന സഹകരണ യൂണിയൻ നടത്തുന്ന JDC കോഴ്സ് 2025-26 വർഷത്തെ JDC കോഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കേരളത്തിലെ സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലും ഒക്കെ ക്ലർക്കായിട്ടൊക്കെ നിയമനം ലഭിക്കാൻ വേണ്ടി 10ാം ക്ലാസ് പാസ്സുകാർക്ക് JDC കഴിഞ്ഞാൽ അവസരമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2025 മാർച്ച് 1 മുതൽ 31 വരെ അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കാനും മറക്കരുത്. നമുക്ക് അതിന് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. സംസ്ഥാന സഹകരണ യൂണിയൻ തിരുവനന്തപുരം സഹകരണ ഭവൻ ആണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുള്ളത്. വെബ്സൈറ്റ് എന്നുള്ള scu.kerala.gov.in എന്ന വെബ്സൈറ്റ് നോക്കിയിട്ട് എല്ലാ ഡീറ്റെയിൽസും ലഭ്യമാണ്. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഇമെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട്. scu.kerala@gmail.com എന്നുള്ള ഇമെയിൽ ഐ ഡിയിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. സംശയം ക്ലിയർ ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിലേക്കുള്ള അപേക്ഷ സ്വീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2025 മാർച്ച് 1 മുതൽ 31 തീയതി വരെയാണ് നൽകിയ. എന്റെ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. www.scu.kerala.gov.in സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ജനറൽ സ്റ്റുഡൻസ് 175 രൂപയും, ഇപ്പോൾ ഏതെങ്കിലും കോപ്പറേറ്റീവ്സോ സഹകരണ സംഘങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിൽ 350 രൂപയും, SC കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിന് 85 രൂപയുമാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത് കേരള സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കോഴ്സാണെന്ന കാര്യം മനസ്സിലാക്കാം. ഇതിലേക്കുള്ള കോഴ്സ് എന്ന് പറഞ്ഞാൽ 2020 ജൂൺ 2 തീയതി ആരംഭിച്ച് 2026 മാർച്ച് 31 വരെ അവസാനിക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ്. ഏകദേശം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. അതിലേക്ക് 15 ദിവസം, ഇതിനിടയ്ക്ക് 15 ദിവസം മുതൽ 2 പ്രാവശ്യം പ്രായോഗിക പരിശീലനം ലഭിക്കും എന്ന കാര്യമാണ് മനസ്സിലാക്കുക. 15 ദിവസം വീതം. പ്രായപരിധി ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 2025 ജൂൺ 1 16 വയസ്സിനും 40 വയസ്സിനും മധ്യമുള്ളവരായിരിക്കണം. SC/ST-കാരാണെങ്കിൽ 45 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. OBC-കാരാണെങ്കിൽ 43 വയസ്സ് വരെ അപേക്ഷിക്കാൻ കഴിയും. സഹകരണ സംഘം ജീവനക്കാർക്ക് 18 വയസ്സ് തികഞ്ഞിരിക്കണം. അവർക്ക് ഉയർന്ന പ്രായപരിധി ബാധകമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ അടിസ്ഥാന യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കും, അല്ലെങ്കിൽ CBSE-യോ ICSE-യോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കാം. ഇനി ഗ്രേഡ് ആണെന്നെങ്കിൽ D+ ഗ്രേഡെങ്കിലും മേടിച്ച് ജയിച്ചവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. ആകെയുള്ള സീറ്റിന്റെ 50% ജനറൽ സീറ്റുകൾ, 35% സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്കും സ്ഥിരം ജീവനക്കാർക്കും, 15% സീറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, സഹകരണം, ഫിഷറീസ്, വ്യവസായ വകുപ്പ്, ക്ഷീരവകുപ്പ്, കയറങ്ങനെ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും സംവരണം ചെയ്തിരിക്കുകയാണ്. ജനറൽ സീറ്റുകൾ 50% മാത്രമാണുള്ളത് നേരം മനസ്സിലാക്കുക. ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും ഒരു പരിശീലന കേന്ദ്രത്തിൽ മാത്രമേ ജനറൽ വിഭാഗം വിദ്യാർത്ഥികളുടെ അപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഡീറ്റെയിൽസ് പറയാം. സഹകരണ സംഘം ജീവനക്കാരാണ് 1 വർഷമെങ്കിലും സ്ഥിരനിയമനമുള്ളവരായിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. 1 വർഷം സ്ഥിരനിയമനമുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇനി 30 ജീവനക്കാരെ കൂടുതലുള്ള സഹകരണ സംഘമാണ് 2 പേർക്ക് അപേക്ഷിക്കാൻ 2 സീറ്റ് അവർക്ക് ലഭിക്കുന്ന കാര്യം മനസ്സിലാക്കുക. 100-ൽ കൂടുതലുള്ള ജീവനക്കാരുള്ള അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ അല്ലെങ്കിൽ പ്രാഥമിക സഹകരണങ്ങളിൽ പരമാവധി 5 പേർക്ക് അവരുടെ സേവന ദൈർഘ്യത്തിന്റെ കാലാവധി അനുസരിച്ച് അവർക്ക് 5 പേർക്ക് വരെ പ്രവേശനം നൽകുന്നതായിരിക്കും എന്നാണ് പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ജനന തീയതി, വിദ്യാഭ്യാസ യോഗ്യത തെളിയിപ്പിക്കുന്നതിന് വേണ്ടി SSLC ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ കോപ്പി, അതുപോലെ ബോണസ് പോയിന്റിലും കിട്ടാൻ അർഹരായവർ അതിന്റെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി, SC/ST-കാരൊക്കെ OBC-കാരൊക്കെ ആണെങ്കിൽ ഏജ് ഇതിന്റെ പ്രായപരിധി ലഭിക്കണമെങ്കിൽ അതിന്റെ SLC ബുക്കിന്റെ കോപ്പി, പിന്നെ വികലാംഗരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ്, വിമുക്ത ആരാണോ എന്തൊക്കെയാണ് നിങ്ങൾ കിട്ടേണ്ട ആനുകൂല്യം കിട്ടേണ്ടത് അതിലേക്കുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നിങ്ങൾ സമർപ്പിക്കണം. അതുപോലെ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർക്ക് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം അതിന്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് സ്പോർട്സ് കോട്ട സെലക്ഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ സഹിതം സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് വേണം അയച്ചു കൊടുക്കാൻ നേരം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കുകയും വേണം, അതുപോലെ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുകയും വേണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഫീസിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അഡ്മിഷൻ ഫീസ് 3040 രൂപ, ട്യൂഷൻ ഫീസ് 9500 രൂപ, കമ്പ്യൂട്ടർ ഫീസ് 3500 രൂപ, അങ്ങനെ ആകെ തുടക്ക ഫീസ് എന്ന് പറഞ്ഞാൽ 18,840 രൂപയാണ്. അതുകൂടാതെ ടെക്സ്റ്റ് ബുക്കിന് ഒരു 1200 രൂപ ആയതുകൊണ്ട് അങ്ങനെ 20,040 രൂപയായിരിക്കും നിങ്ങൾക്ക് ഫീസ് ചെലവ് വരിക. പ്രവേശനം ലഭിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും പ്രവേശന സമയത്ത് ഈ ഫീസുകൾ നൽകേണ്ടതാണ്. അത് തുടർന്ന് സെലക്ഷൻ ലഭിച്ച അവിടെ നിങ്ങൾ 7,840 രൂപ ഫീസ് നൽകേണ്ടതാണ്. ട്യൂഷൻ ഫീസ് 9,500 രൂപയിൽ 5,000 രൂപ 2ാം പാദത്തിന്റെ ആദ്യ മാസവും ബാക്കിയുള്ള 4,500 രൂപ 3ാം പാദത്തിന്റെ ആദ്യ മാസവും അടയ്ക്കേണ്ടതാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. പോർഷൻ ഡിപ്പോസിറ്റ് മാത്രമേ തിരിച്ചു നൽകുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അഡ്മിഷൻ കോഴ്സ് പൂർത്തിയാകാതെ പഠനം നടത്തി പോകുന്നവർക്ക് നിബന്ധനകൾ ബാധകമായിരിക്കുന്നതിനാൽ അഡ്മിഷൻ നേടിയ ശേഷം ക്ലാസ് ആരംഭിക്കുന്നതിന് പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീസും പോർഷൻ ഡിപ്പോസിറ്റും മാത്രം തിരികെ നൽകുന്നതാണ്.
ക്ലാസ്സിൽ ഹാജരായിട്ട് സെക്കൻഡ് ടൈം ആരംഭിക്കുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ടൈമിൽ അടയ്ക്കേണ്ട ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നതിന് ഇളവ് നൽകി സർട്ടിഫിക്കറ്റും ടി സിയും തിരിച്ചു നൽകുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മാർച്ച് 31 വരെ കോഴ്സ് ഉള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അതിന്റെ ഓരോ സഹകരണ പരിശീലന കേന്ദ്രത്തിന്റെ അഡ്രസ്സും ഈ പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ജില്ലയിലെയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഓരോ ജില്ലകളിലുള്ള തിരുവനന്തപുരം ജില്ല, കൊല്ലം ജില്ല, പത്തനംതിട്ട ജില്ല, ആലപ്പുഴ ജില്ല, കോട്ടയം, അതുപോലെ കോട്ടയം ജില്ലയിൽ 2 സെന്ററുകൾ, ഒന്ന് പാലായിലും ഒന്ന് കോട്ടയത്തും ഉണ്ട്. ഇടുക്കി ജില്ല, എറണാകുളം, അതുപോലെ തൃശ്ശൂര്, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ എല്ലാ ജില്ലകളിലും പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അതുപോലെ പട്ടികജാതി പട്ടിക വിഭാഗർക്ക് മാത്രമുള്ള ബാച്ചുകൾ കൊട്ടാരക്കര, ചേർത്തല, കണ്ണൂർ, വയനാട് എന്നീ സെന്ററുകളിലുണ്ട് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. കേരളത്തിലെ സഹകരണ ബാങ്കുകളിലും അതുപോലെ സഹകരണ സംഘങ്ങളിലൊക്കെ ജൂനിയർ ക്ലർക്കായിട്ടൊക്കെ നിയമനം ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമുള്ള JDC സർട്ടിഫിക്കറ്റ് പാസ്സായി കഴിഞ്ഞാൽ കഴിയും. അതുകൊണ്ട് ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുക. ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ്, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി